Bharathiar University Distance Education BA English ഫസ്റ്റ് ഇയർ. ഇതിലെ ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ 5 യൂണിറ്റുകളാണുള്ളത്. പ്രോസ്, പോയട്രി, ഷോർട്ട് സ്റ്റോറീസ്, വൺ ആക്ട് പ്ലേസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിറ്റ് 1 പ്രോസിലെ ആദ്യത്തെ പ്രോസ് അല്ലെങ്കിൽ ലെസണായ ദ ഗോൾഡൻ ടച്ച് മിഡാസ് ടച്ച് എന്ന ലെസണാണ്. യൂണിറ്റ് 1 പ്രോസ്. ആദ്യം തന്നെ ഈ യൂണിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു റീഡ് ദ പ്രോസ് റൈറ്റിംഗ്സ് ഓഫ് ഫേമസ് റൈറ്റേഴ്സ്. ദീസ് പ്രോസ് പീസസ് ആർ ഇൻ ദ ഫോം ഓഫ് ടെയിൽസ്, ക്ലാസിക്കൽ ആൻഡ് ഫെയറി ടെയിൽസ് ആൻഡ് ക്യാരക്ടർ സ്കെച്ച്. These prose selections revolve around human mind, thought and action. After going through this unit, you will be able to recognize the significance of the themes insisted by the writers, realize the importance of values in life, redefine the view of life, that life is to be enjoyed, appreciated, and above all to be lived wholeheartedly. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലൈഫിൽ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ലൈഫ് എന്നുള്ളത് എൻജോയ് ചെയ്യാനുള്ളതാണ്, അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനേക്കാൾ ഉപരി പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാനുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യും നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. പിന്നീട് ഇൻട്രൊഡക്ഷൻ ടു പ്രോസ് ലെസൺസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ലെസൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രോസിൻ്റെയും ഓരോ തീം പറഞ്ഞിട്ടുണ്ട്. Human beings are a bundle of emotions. The emotional bondage with the life gives them the strength to live and face life with ease and comfort. All the 5 prose selections of this unit deal with different perspectives of human life. The story, The Golden Touch, Midas Touch, deals with a man's excessive desire to possess wealth and the result of such desire. The story, The Selfish Giant by Oscar Wilde, insists the possession of the value of kindness and the benefits of kindness. Cinderella, the fairy tale from Grimm's Tales, insists hope and faith are essential aspects of life. The passionate story Lalaji by Jim Corbett is a portrayal of a man noted for his promise and sincerity. The story Face of Judas Iscariot by Bonnie Chamberlain brings out beautifully, with a touch of pathos, that man is a puppet in the hands of his circumstances. Thus, all the 5 prose lessons try to offer proper advice to mankind who struggle for their day-to-day existence of life. അപ്പം ദ ഗോൾഡൻ ടച്ച് അല്ലെങ്കിൽ മിഡാസ് ടച്ച് എന്നുള്ള സ്റ്റോറിയിൽ മനുഷ്യൻ്റെ എക്സസീവായിട്ടുള്ള ഡിസയർ, അതായത് അത്യാഗ്രഹം, അത് പിന്നീട് കൊണ്ടെത്തിക്കുന്നത് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ദ ഗോൾഡൻ ടച്ച് എന്നുള്ള സ്റ്റോറി. സെൽഫിഷ് ജയൻ്റ് എന്നുള്ള സ്റ്റോറിയിൽ കൈൻഡ്നെസ്, ദയ അല്ലെങ്കിൽ കരുണ, അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് സെൽഫിഷ് ജയൻ്റ് എന്നുള്ള സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് സിൻഡ്രല്ല എന്നുള്ള ഫെയറി ടെയിൽ, അതിൽ പറയുന്നത് ഹോപ്പ്, പ്രതീക്ഷ, അതുപോലെ ഫെയ്ത്ത്, ഇതൊക്കെ എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ലാലാജി എന്നുള്ള സ്റ്റോറി, അതിൽ ഒരാളുടെ പ്രോമിസ് അതുപോലെ അയാളുടെ സിൻസിയാരിറ്റി ഒക്കെ നോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് ലാലാജി. അടുത്ത സ്റ്റോറി ആയിട്ടുള്ള ഫേസ് ഓഫ് യൂദാസ് ഇസ്കാരിയോട്ട് എന്നുള്ള ഈ ഒരു സ്റ്റോറിയിൽ മനുഷ്യൻ അവൻ്റെ സാഹചര്യങ്ങളിലെ കൈകളിലെ പപ്പറ്റാണ്, കളിപ്പാവയാണ് എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ, ഫേസ് ഓഫ് യൂദാസ് ഇസ്കാരിയോട്ട് എന്നുള്ള ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ വരച്ചു കാണിക്കുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലെസൺസും മാൻകൈൻഡിനുള്ള ഒരു അഡ്വൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നത്. അതായത് മനുഷ്യരാശിയോടുള്ള ഒരു ഉപദേശമായിട്ട്. അതിപ്പോൾ ആ ഒരു തീംസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കടന്ന് ചെല്ലാൻ പാടില്ലാത്ത
അങ്ങനത്തെ തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഈ ഓരോ കാര്യത്തിലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ കടന്നു ചെല്ലാൻ പാടില്ലാത്ത എന്നുദ്ദേശിച്ചത് എക്സസീവ് ഡിസയർ ടു പൊസസ് വെൽത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലെസണിലേക്ക് കടക്കാം. ലെസൺ 1 പ്രോസ് 1 ദ ഗോൾഡൻ ടച്ച്. മിഡാസ് ടച്ച് എന്നുള്ള ഒരു പേരും ഈ ഒരു ലെസണിനുണ്ട്. ദ ഗോൾഡൻ ടച്ച്. Long ago, there lived a very rich man called Midas. Besides being rich, he was a king, and he had a little daughter called Marigold. പണ്ട് പണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. അവൻ്റെ പേര് മിഡാസ് എന്നായിരുന്നു. റിച്ച് എന്നതിനപ്പുറം അല്ലെങ്കിൽ പണക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു കിങ് ആയിരുന്നു, ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് മേരി ഗോൾഡ്. കിങ് മിഡാസ് ലവ്ഡ് ഗോൾഡ് മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ഹി ലൈക്ക്ഡ് ബീങ് എ കിങ് ചീഫ്ലി ബിക്കോസ് ഹി ലവ്ഡ് ഹിസ് ഗോൾഡൻ ക്രൗൺ. ഹി ലവ്ഡ് ഹിസ് ഡോട്ടർ ഡിയർലി ടു. ആൻഡ് ദ മോർ ഹി ലവ്ഡ് ഹർ, ദ മോർ ഗോൾഡ് ഹി വാണ്ടഡ് ഫോർ ഹർ സേക്ക്. മിഡാസ് രാജാവ് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഗോൾഡിനെ, സ്വർണത്തെ ഒരുപാട് സ്നേഹിച്ചു. അദ്ദേഹം കിങ് ആയിരിക്കുന്നതിൽ, രാജാവായിരിക്കുന്നതിലും അദ്ദേഹം ഇഷ്ടം കണ്ടെത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ക്രൗണ് ഗോൾഡൻ ക്രൗൺ ആയതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഗോൾഡ് അയാൾക്ക് അവളുടെ സേക്കിനായിട്ട് ആവശ്യമായിട്ട് വന്നു. അതായത് മകൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കണം, ഒരുപാട് ഗോൾഡ് ഉണ്ടാക്കണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. വെൻ കിങ് മിഡാസ് സോ ദ ഗോൾഡൻ ലൈറ്റ് ഓഫ് ദ സൺ അറ്റ് ഈവനിങ്, ഹി വിഷഡ് ഇറ്റ് കുഡ് ടേൺ എവറിത്തിങ് ഇൻ ടു റിയൽ ഗോൾഡ്. വെൻ മാരിഗോൾഡ് കെയിം ടു ഹിം വിത്ത് എ ബഞ്ച് ഓഫ് സ്വീറ്റ് യെല്ലോ ഫ്ലവേഴ്സ്, ഹി വുഡ് സേ, ഇഫ് ദേ വർ ആസ് ഗോൾഡൻ ആസ് ദേ ലുക്ക്, ദേ വുഡ് ബി വർത്ത് പിക്കിംഗ്. വൈകുന്നേരത്തെ സണ്ണിൻ്റെ ഗോൾഡൻ കളറിലുള്ള ലൈറ്റ് കിങ് മിഡാസ് കാണുമ്പോൾ അത് എല്ലാത്തിനെയും റിയൽ ഗോൾഡാക്കി മാറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. മകളായ മാരി ഗോൾഡ് ഒരു ബഞ്ച് ഓഫ് സ്വീറ്റ് യെല്ലോ ഫ്ലവേഴ്സ് കൊണ്ടുവരുന്ന സമയത്തും മിഡാസ് പറയുന്നത്, ഇത് കാണുന്നത് പോലെ ഇത് ഗോൾഡൻ ആയിരുന്നുവെങ്കിൽ, അതായത് യെല്ലോ കളറാണല്ലോ, അപ്പം ഇത് ശരിക്കും ഗോൾഡ് ആയിരുന്നുവെങ്കിൽ ഇത് പറിക്കുന്നതിന് ഒരർത്ഥമുണ്ടായിരുന്നു എന്ന് മിഡാസ് പറയാണ്. അതായത് സ്വർണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മിഡാസിനുള്ളൂ. ഈവൻ ദ റോസസ് ഇൻ ഹിസ് ഗാർഡൻ ഡിഡ് നോട്ട് പ്ലീസ് ഹിം എനി അമോർ. ദ ലാർജസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോസസ് എവർ സീൻ, ബിക്കോസ് ദേ വർ നോട്ട് മെയ്ഡ് ഓഫ് ഗോൾഡ്. ആൻഡ് ഓൾദോ ദ കിങ് വാസ് വെരി ഫോണ്ട് ഓഫ് മ്യൂസിക് ഇൻ ഹിസ് യൂത്ത്, the only music he loved now was the sound of gold coins, one against another. ഗാർഡനിലെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് റോസസ് പോലും മിഡാസിനെ സന്തോഷവാനാക്കിയില്ല. കാരണം അത് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതല്ല. അതുപോലെ ഈ രാജാവിൻ്റെ യൂത്ത് കാലത്ത് മ്യൂസിക്കിന് വളരെയധികം ഇഷ്ടമായിരുന്നു. മിഡാസിന് വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് കോയിൻസ്, ഗോൾഡ് കോയിൻസ് പരസ്പരം തട്ടുന്ന ആ ഒരു സൗണ്ടാണ് ഇപ്പോൾ കിങ് മിഡാസിന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്. അറ്റ് ലാസ്റ്റ് കിങ് മിഡാസ് കുഡ് നോട്ട് ബിയർ ടു ടച്ച് എനിത്തിങ് ദാറ്റ് വാസ് നോട്ട് ഗോൾഡ്. ഹി യൂസ്ഡ് ടു ഗോ ഡൗൺ ടു എ സീക്രട്ട് റൂം അണ്ടർ ഹിസ് പാലസ് വെർ ഹി കെപ്റ്റ് ഹിസ് പ്രിഷ്യസ് സ്റ്റോർ. He would let himself in and count his gold pieces. He would hold the bars of gold and admire his gold cups and plates until he would hardly bear to leave them. അവസാനം ഗോൾഡ് അല്ലാത്ത ഒന്നും തൊടാതിരിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അതായത് ഗോൾഡ് അല്ലാത്ത ഒരു സാധനവും തൊടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതായി. കൊട്ടാരത്തിൻ്റെ താഴെ ഒരു സീക്രട്ട് റൂമുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രിഷ്യസ് സ്റ്റോർ, അവിടെയുള്ള ഗോൾഡ് ബാർസ്, അതുപോലെ ഗോൾഡ് കപ്പ്, പ്ലേറ്റ്, ഈ സാധനങ്ങളൊക്കെ അദ്ദേഹം ഇടയ്ക്ക് ചെന്നിട്ട് പുകഴ്ത്താറും കാണാറും തഴുകാറും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിന് വിട്ടുപോരാൻ മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് പോരേണ്ടി വരാറുണ്ട്. കാരണം അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ.
Now, in those days, a great many wonderful things used to happen just as they do today. One morning, King Midas was in his treasure room when he noticed that the sun was shining into the room more brightly than usual. Not only that, but a stranger stood there, smiling at him, the light of the sunbeam. King Midas knew that he had locked himself in as usual, and so he guessed that his visitor was no ordinary person. The stranger looked at the gold pieces that the king was counting. "You seem to be a very rich man," he said. ഇപ്പോൾ ആ നാളുകളിൽ അതിശയകരമായ പല സംഭവങ്ങളും സംഭവിച്ചു. ഒരു ദിവസം രാവിലെ കിങ് മിഡാസ് തൻ്റെ ട്രഷർ റൂമിൽ ഗോൾഡ് കോയിൻസ് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് പതിവില്ലാതെ ആ റൂമിലേക്ക് ഒരുപാട് സൺലൈറ്റ് വരുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. അത് മാത്രമായിരുന്നില്ല, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആളെ മിഡാസിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. മിഡാസിന് മനസ്സിലായി ഇതൊരു ഓർഡിനറി പേഴ്സൺ അല്ല, അതായത് ഇതൊരു സാധാരണക്കാരനല്ല. ആ സ്ട്രേഞ്ചർ എന്നിട്ട് മിഡാസ് എണ്ണിക്കൊണ്ടിരുന്ന ആ കോയിൻസ് നോക്കിയിട്ട് മിഡാസിനോട് പറഞ്ഞു, "നിങ്ങളെ കാണാൻ നിങ്ങൾ ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ള ഒരാളെ പോലെ ഉണ്ടല്ലോ" എന്ന് ഈ ഒരു സ്ട്രേഞ്ച് മാൻ നമ്മുടെ മിഡാസിനോട് പറയുകയാണ്. "ബട്ട് ഇറ്റ് ഹാസ് ടേക്കൺ മീ എ ലോങ് ടൈം ടു കളക്ട് ദിസ് ഗോൾഡ്," സെഡ് കിങ് മിഡാസ്. "If I could live 1,000 years, I might have time to get richer." ഇതാണ് കിങ് മിഡാസ് മറുപടി പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഗോൾഡ് കളക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. ഞാനൊരു 1000 വർഷം കൂടി ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് റിച്ച് ആവാൻ സാധിക്കും. "What? Aren't you satisfied?" asked the stranger. "What else do you want?" Midas thought carefully. This was a wonderful chance, and he felt that the stranger had magical powers. അപ്പം ഇത് കേട്ടതും ആ സ്ട്രേഞ്ചർ അതിശയിച്ചിട്ട് ചോദിക്കുകയാണ്, "എന്ത്? അപ്പം നിങ്ങൾ തൃപ്തനല്ലേ? അതായത് ഇപ്പോൾ ഒരുപാട് ഗോൾഡ് ഇപ്പോൾ തന്നെ കയ്യിലുണ്ട്, എന്നിട്ട് മിഡാസ് പറയുന്നത് 1000 വർഷം കൂടി ജീവിച്ച് ഇനിയും ഒരുപാട് ഗോൾഡ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്." അപ്പോൾ ആ സ്ട്രേഞ്ചർ അതിശയത്തോട് ചോദിക്കുകയാണ്, "നിങ്ങളിപ്പോൾ തൃപ്തനല്ലേ എന്നുള്ള കാര്യം?" എന്നിട്ട് ചോദിക്കുകയാണ്, "ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിഡാസ് സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്യാണ്. എന്നിട്ട് ഇത് ഒരു വണ്ടർഫുൾ ചാൻസ് ആണ്, അതുപോലെ ആ ഒരു സ്ട്രേഞ്ചർ അതിന് മാജിക്കൽ പവേഴ്സ് ഉണ്ട് എന്നൊക്കെ മിഡാസ് ചിന്തിക്കുകയാണ്. "I am tired of collecting my riches so slowly," he said. "I wish everything I touch could be turned into gold." മിഡാസ് പറഞ്ഞത് ഇതാണ്, ഞാൻ എൻ്റെ ഗോൾഡ് സ്ലോ ആയിട്ട് കളക്ട് ചെയ്യുന്നതിൽ ഞാൻ ക്ഷീണിച്ചു. അതായത് അങ്ങനെ എനിക്കിനി താല്പര്യമില്ല. ഞാൻ എന്ത് തൊടുന്നോ അത് ഗോൾഡ് ആവണം. "The golden touch," exclaimed the stranger. "Are you sure? You would never regret it." ആ സ്ട്രേഞ്ചർ അതിശയത്തോട് ചോദിക്കുകയാണ്, "ദ ഗോൾഡൻ ടച്ച്, നീ ഒരിക്കലും ഇതിന് പശ്ചാത്തപിക്കില്ല എന്ന് ഷുവറാണോ, തീർച്ചയാണോ?" "How could I regret such a thing?" said Midas. "It would give me perfect happiness at last." എനിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യത്തിന് റിഗ്രറ്റ് ചെയ്യാൻ കഴിയുക? ഞാൻ ഒരിക്കലും അതിന് റിഗ്രറ്റ് ചെയ്യില്ല. എനിക്ക് അതൊരു പെർഫെക്റ്റ് ഹാപ്പിനെസ് ആണ് നൽകുക. "Very well, then," the stranger said, as he turned to go, "tomorrow at sunrise you will find that you have the golden touch." പിന്നീട് ആ സ്ട്രേഞ്ചർ തിരിച്ച് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മിഡാസിനോട് പറയുകയാണ്, "നാളെ രാവിലെ നിനക്ക് ഗോൾഡൻ ടച്ച് ഉണ്ട് എന്നുള്ളത് നിനക്ക് നാളെ കണ്ടെത്താൻ കഴിയും. അതായത് നാളെ രാവിലെ മുതൽ നിനക്ക് അങ്ങനെ ഒരു വരം നൽകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വരം നിനക്ക് കിട്ടും എന്ന് ആ സ്ട്രേഞ്ചർ പറയണം. The light of the sunbeam brightened so vividly that Midas closed his eyes. When he opened them again, the stranger had gone. ആ സൺബീമിൻ്റെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുകയാണ്. അപ്പോൾ മിഡാസ്
അത് സഹിക്കാൻ വയ്യാതെ കണ്ണുകൾ അടച്ചു. പിന്നീട് കണ്ണ് തുറന്ന സമയത്ത് ആ സ്ട്രേഞ്ചർ അവിടെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് മോർണിംഗ് കിങ് മിഡാസ് അവോക്ക് ബിഫോർ ദ ഡോൺ. അടുത്ത ദിവസം രാവിലെ കിങ് മിഡാസ് ഡൗണിൻ്റെ മുന്നേ, അതായത് പ്രഭാതത്തിന് മുന്നേ എഴുന്നേറ്റു. ഹി ലുക്ക്ഡ് ഈഗർലി ടു സീ ഇഫ് ഹിസ് ബെഡ് ഹാഡ് ബീൻ ടേൺഡ് ഇൻ ടു ഗോൾഡ്. ബട്ട് നോ, ഇറ്റ് വാസ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഹാഡ് ബീൻ ബിഫോർ. He lay very disappointed looking around his room. അപ്പോൾ പ്രഭാതത്തിന് മുന്നേ കിങ് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ബെഡ്, അദ്ദേഹം കിടന്നിട്ടുള്ള ആ ഒരു ബെഡ് ഗോൾഡ് ആയിട്ടുണ്ടോ എന്ന് ഈഗർലി, ആകാംക്ഷയോടെ അദ്ദേഹം നോക്കി. പക്ഷെ അത് ആയിരുന്നില്ല, ഗോൾഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം കിടന്നുകൊണ്ട് ഡിസപ്പോയിൻറ്റഡായി, നിരാശനായി കിടക്കുകയാണ്. എന്നിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. സഡൻലി ദ ഏർലിയസ്റ്റ് സൺബീം ഓഫ് ദ റൈസിംഗ് സൺ ഷോൺ ത്രൂ ദ വിൻഡോ ആൻഡ് അപ് ടു ദ സീലിംഗ് എബോവ്. ഇറ്റ് സീംഡ് ടു റിഫ്ലക്റ്റ് ഇറ്റ്സ് ഗോൾഡൻ ലൈറ്റ് ടുവേർഡ്സ് ഹിം. ലുക്കിംഗ് അറ്റ് ദ ഷീറ്റ് ഓൺ ഹിസ് ബെഡ്, മിഡാസ് വാസ് അസ്റ്റോണിഷ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബിക്കം ക്ലോത്ത് ഓഫ് ഗോൾഡ്. ദ ഗോൾഡൻ ടച്ച് ഹാഡ് ട്രൂലി കം ടു ഹിം with the first sunbeam. പെട്ടെന്ന് ഏർലിയസ്റ്റ് സൺബീം ഓഫ് ദ റൈസിംഗ് സൺ, അതായത് പ്രഭാതത്തിന് മുന്നേ ആണല്ലോ മിഡാസ് എഴുന്നേറ്റത്. അപ്പോൾ പ്രഭാത സമയത്തുള്ള ആ ഒരു പ്രഭാത സൂര്യൻ്റെ ആദ്യത്തെ കിരണം സീലിങ്ങിലേക്ക് വിൻഡോയിലൂടെ വന്ന് പതിച്ചു. അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനിൽ അത് ഗോൾഡൻ ലൈറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബെഡിലുള്ള ബെഡ്ഷീറ്റ് നോക്കിയ സമയത്ത് മിഡാസ് അസ്റ്റോണിഷ്ഡായി, അതായത് ആശ്ചര്യപ്പെട്ടു. അസ്റ്റോണിഷ്ഡ് വേർഡ് മീനിങ് ആശ്ചര്യപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബെഡ്ഷീറ്റ് ക്ലോത്ത് ഓഫ് ഗോൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മിഡാസ് തൊട്ടിട്ടുള്ള ആ ഒരു ബെഡ്ഷീറ്റ് ഗോൾഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ആദ്യത്തെ സൺബീമിലൂടെ, ആദ്യത്തെ ആ ഒരു സൺ റേയിലൂടെ ഗോൾഡൻ ടച്ച് എന്നുള്ള കിങ് മിഡാസിൻ്റെ ആ ഒരു ആ ഒരു വരം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കിങ് മിഡാസ് ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ഇൻ എക്സൈറ്റ്മെൻറ്റ്. ഹി ടച്ച്ഡ് വൺ ഓഫ് ദ ലെഗ്സ് ഓഫ് ദ ബെഡ് ആസ് ഹി ഡിഡ് സോ ആൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ബിക്കെയിം എ ഗോൾഡൻ പില്ലോ. ഹി പുൾഡ് ദ കർട്ടൻ അറ്റ് ദ വിൻഡോ ആൻഡ് അറ്റ് വൺസ് ഇറ്റ് ബിക്കെയിം ഗോൾഡൻ ടു. He put on his clothes and found himself dressed in golden cloth. അപ്പോൾ കിങ് മിഡാസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. കാരണം ആ ഒരു ബെഡ്ഷീറ്റ് ഗോൾഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൻ്റെ ഒരു ലെഗിൽ പോയി പിടിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് ഗോൾഡായി മാറി. എന്നിട്ട് അദ്ദേഹം വിൻഡോയിലെ കർട്ടൻ പോയി പിടിച്ചു. അപ്പോൾ അതും ഗോൾഡനായിട്ട് മാറി. പിന്നീട് അദ്ദേഹം വസ്ത്രം ഇട്ടു. പിന്നീട് അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയ സമയത്ത് അദ്ദേഹം ഗോൾഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് കണ്ടത്. He took up his spectacles and put them on, and he found he could see nothing at all. The glasses had turned into gold, and he could not see through them. He took them off again. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്പെക്ടക്കിൾസ്, അതായത് കണ്ണട എടുത്ത് കണ്ണിൽ വെച്ചു. പക്ഷെ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ കണ്ണട തൊട്ടാണല്ലോ വെച്ചത്. അപ്പോൾ അത് ഗോൾഡായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സസൊക്കെ ഗോൾഡായി മാറിയതുകൊണ്ട് തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കണ്ണട തിരിച്ച് അവിടെ തന്നെ വെച്ചു. കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. സോ never mind, he thought to himself, the golden touch is worth more than a pair of spectacles, and Marigold will be able to read to me. അപ്പോൾ അദ്ദേഹം പറയാണ്, അത് കുഴപ്പമില്ല, ഒരു കണ്ണാടിയേക്കാളും ഗോൾഡൻ ടച്ച് വളരെയധികം വർത്താണ്. മാരിഗോൾഡ്, അതായത് മകൾക്ക് എനിക്ക് വേണ്ടി വായിക്കാൻ കഴിയും. അത് എനിക്ക് കണ്ണടയില്ലെങ്കിലും എൻ്റെ മകൾക്ക് വായിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞത്. King Midas went downstairs and into the garden. He noticed that even the brass handle of the door became gold as soon as he turned it. Then
He went among the rose trees that had always been his pride and joy in the past. കിങ് മിഡാസ് പിന്നീട് താഴേക്ക് പോയി ഗാർഡനിലേക്ക് പോയി. അപ്പോൾ ബ്രാസ് ഹാൻഡിൽ ഓഫ് ഡോർ അത് ഗോൾഡായി മാറിയിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതായത് ഹാൻഡിൽ പിടിച്ചിട്ടായിരിക്കുമല്ലോ ഡോർ തുറക്കുക. അപ്പം ആ ഒരു ഹാൻഡിൽ ഗോൾഡായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം നോട്ടീസ് ചെയ്തു. പിന്നീട് റോസ് ട്രീസിൻ്റെ അടുത്ത്, ഗാർഡനിലുള്ള റോസ് ട്രീസിൻ്റെ അടുത്ത് അദ്ദേഹം പോയി. അത് പാസ്റ്റിൽ, അവരുടെ ഭൂതകാലത്തിൽ അവരൊരുപാട് പ്രൈഡും ജോയും അവർ ഒരുപാട് സന്തോഷത്തിലൊക്കെ ജീവിച്ചിരുന്നതാണ്. ആ റോസ് ട്രീസൊക്കെയാണ് പറയുന്നത്. When he went into breakfast that morning, he felt more hungry than usual. While he was waiting for his eggs to be ready, little Marigold came in crying bitterly. "Look, father," she cried, holding out a golden rose. "I went to pick you some rose and they are yellow and hard and their sweet scent is gone." പിന്നീട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയി. മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ വിശപ്പ് അദ്ദേഹത്തിന് അന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്ന സമയത്ത് അപ്പോഴേക്കും ലിറ്റിൽ മാരി ഗോൾഡ്, മകള് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. ബിറ്റർലി, ദുഃഖത്തോടെ. ഒരു ഗോൾഡൻ റോസ് പിടിച്ചുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് വരുന്നത്. "ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു റോസ് പറിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ യെല്ലോ ആണ്, മാത്രമല്ല ഹാർഡാണ്. അതിൻ്റെ സ്വീറ്റ് സെൻറ്റ്, അതിൻ്റെ സ്വീറ്റായിട്ടുള്ള ആ ഒരു മണം അത് പോയിരിക്കുന്നു" എന്ന് മകൾ പറഞ്ഞ് കരയാണ്. "Never mind, my dear," said her father. "They are worth much more like that. Sit down and eat your breakfast." അത് കാര്യമാക്കണ്ട, അത് ഇതിനേക്കാളും കൂടുതൽ വർത്ത് ചെയ്യുന്നു. അതായത് ആ ഒരു ഫ്ലവർ, അത് ശരിക്കുള്ള റോസ് ഫ്ലവറിനേക്കാളും കൂടുതൽ ഈ ഒരു ഗോൾഡൻ ഫ്ലവർ അതിനാണ് വില കൂടുതലുള്ളത്. ഇപ്പോൾ നീ ഇരുന്ന് ഫുഡ് കഴിക്കൂ എന്ന് പറയാണ്. He poured himself a cup of coffee as he spoke. The coffee pot was a golden one when he put it back on the table. Then he tried a spoonful of coffee to see if it was sweet enough, but it had become liquid gold. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് കോഫി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോഫി പോട്ട് അത് ഗോൾഡൻ കളറായി മാറുകയാണ് ചെയ്തത്. അതിൽ ഷുഗറൊക്കെ പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ കുറച്ച് കോഫി എടുത്ത് അദ്ദേഹം കുടിക്കാൻ നോക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അത് ലിക്വിഡ് ഗോൾഡായി മാറി, ആ ഒരു സ്പൂണിലുള്ള ആ ഒരു കോഫി. "Well," he exclaimed, he was thirsty. അദ്ദേഹം വളരെയധികം ദാഹിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു ഏത് ദിവസം ഇല്ലാത്തതിനേക്കാളും കൂടുതൽ ഹംഗ്രി ആയിരുന്നു എന്ന്, വിശപ്പുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കോഫി കുടിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ഭയങ്കര ദാഹമുണ്ട്. "What is the matter, father?" asked Marigold. മാരിഗോൾഡ് ചോദിച്ചു, എന്താ പ്രശ്നം വെച്ചാൽ? "Nothing, child. Drink your milk," Midas said. ഒന്നുമില്ല, നീ നിൻ്റെ പാല് കുടിച്ചോ എന്ന് പറയാണ്. But the eggs that he tried to eat, the first, the bread, the butter, all the food was uneatable for the king that morning. അദ്ദേഹം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ, എഗ്ഗ്, ബ്രെഡ്, ബട്ടർ എല്ലാം അൺഈറ്റബിളായിട്ട് മാറുകയാണ് ചെയ്തത്. കഴിക്കാൻ കഴിയാത്ത വസ്തുവായിട്ട്, അതായത് തൊടുന്ന സമയത്ത് തന്നെ അത് ഗോൾഡായിട്ട് മാറുകയാണ്. ഗോൾഡ് കഴിക്കാൻ കഴിയില്ലല്ലോ. "How am I to have any breakfast?" he thought. "Such costly food is before me and I can eat nothing." ഞാൻ എങ്ങനെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? അദ്ദേഹം ആലോചിക്കുകയാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. He looked across the table at Marigold. She was eating happily, her tears forgotten. She looked up, saw that something was wrong, and came around to comfort her father. കിങ് മിഡാസ് തൻ്റെ മകളെ നോക്കി. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നേരത്തെ കരഞ്ഞിരുന്നല്ലോ, ആ ഒരു റോസ് ഗോൾഡായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നല്ലോ. ആ ഒരു കരച്ചിലൊന്നും ഇപ്പോൾ അവൾക്കില്ല. അവൾ ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യമൊക്കെ അവൾ മറന്നിട്ടുണ്ട്. അപ്പോൾ അവൾ നോക്കിയ സമയത്ത് അച്ഛന് എന്തോ റോങ് ആയിട്ടുള്ളത് പോലെ അവൾക്ക് തോന്നി.
എന്നിട്ട് അവളെ എഴുന്നേറ്റിട്ട് അച്ഛനെ ആശ്വസിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. വാട്ട് ഈസ് റോങ് ഫാദർ, ഷീ ആസ്ക്ഡ്. എന്താ പ്രശ്നം അച്ഛാ, അവൾ ചോദിക്കുകയാണ്. മിഡാസ് ബെൻഡ് ഡൗൺ ആൻഡ് കിസ്ഡ് ഹിസ് ലിറ്റിൽ ഡോട്ടർ. മിഡാസ് കുനിഞ്ഞ് അവൻ്റെ ആ ചെറിയ മകളെ ഒന്ന് കിസ് ചെയ്തു. Then what a terrible change came over Marigold. Her sweet little face turned to yellow gold. Her lovely hair became gold metal. Her little body hardened into a figure of gold, solid gold. What had he done? അങ്ങനെ മിഡാസ് ഒന്ന് കുനിഞ്ഞ് അവളെ കിസ് ചെയ്ത ആ ഒരു സമയത്ത് ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഭയാനകരമായിട്ടുള്ള ഒരു ചേഞ്ച് മാരിഗോൾഡിന് വന്നു. അവളുടെ സ്വീറ്റ് ആയിട്ടുള്ള ലിറ്റിൽ ഫേസ് അത് യെല്ലോ ഗോൾഡായി മാറി. അവളുടെ ഹെയർ ഗോൾഡ് മെറ്റലായി മാറി. അവളുടെ ബോഡി ഹാർഡായിട്ട് മാറി. ഇപ്പോൾ എന്താണ്, തൻ്റെ സ്വന്തം മകളെ മിഡാസ് തൻ്റെ ടച്ചിലൂടെ ഗോൾഡാക്കി മാറ്റി. ഇപ്പോൾ മാരിഗോൾഡ് ഒരു സ്റ്റാച്യു പോലെ, ഗോൾഡൻ സ്റ്റാച്യു ആയിട്ട് നിൽക്കുകയാണ്. ദിസ് സ്റ്റോറി വുഡ് ബി ടു സാഡ് ഫോർ അസ് ഓൾ ഇഫ് വി ലിങ്കേർഡ് ഫോർ ടു ലോങ് ഓൺ ദിസ് ടെറിബിൾ സൈറ്റ്. കിങ് മിഡാസ് കുഡ് നോട്ട് ബിയർ ടു ലുക്ക് അറ്റ് മാരിഗോൾഡ്. Yet he could not leave her side. He felt so sad and sorrowful that he wished he was the poorest man in all the world, if only his beloved daughter could be herself again. ഈ ഒരു ഭയാനകരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയിൽ തന്നെ നമ്മൾ തുടരുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറി നമുക്ക് വളരെയധികം സങ്കടകരമായിട്ട് തോന്നും. അത് ജസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്ക് ടു ദ സ്റ്റോറി. കിങ് മിഡാസിന് മാരിഗോൾഡിനെ അങ്ങനെ കാണുമ്പോൾ സഹിച്ചില്ല. അയാൾ അവളെ വിടാതെ അവളുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സാഡും സോറോഫുള്ളും ആയിരുന്നു സോറോഫുൾ മനോവേദന. ഭയങ്കര അധികം സാഡായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അതുകൊണ്ട് അയാൾ ആഗ്രഹിച്ചു തൻ്റെ മകള് പഴയ പോലെ ആവുമെങ്കിൽ താൻ ഈ ലോകത്തിലെ ഏറ്റവും പുവറായിട്ടുള്ള ആൾ, ഏറ്റവും പാവപ്പെട്ടവനായി മാറാമായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം അത്രയ്ക്കും സങ്കടമാണ്. ഇൻ ഡിസ്പയർ മിഡാസ് ലുക്ക്ഡ് അബൌട്ട് ഹിം. സഡൻലി ഹി സോ ദ സ്ട്രേഞ്ചർ ദാറ്റ് ഹാഡ് വിസിറ്റഡ് ഹിം ദ ഡേ ബിഫോർ. ഇങ്ങനെ നിരാശയിലിരിക്കുന്ന സമയത്ത്, ഡിസ്പയർ നിരാശ, മിഡാസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്ന ആ ഒരു സ്ട്രേഞ്ചർ പെട്ടെന്ന് അവിടേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. വെൽ മിഡാസ്, സെഡ് ദ സ്ട്രേഞ്ചർ, ഹൗ ഡു യു ലൈക്ക് ഹാവിങ് ദ ഗോൾഡൻ ടച്ച്? ഗോൾഡൻ ടച്ച് നിങ്ങൾക്ക് എത്രയധികം ഇഷ്ടമുണ്ട്? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ട്? I have lost everything I really loved, said King Midas. I am full of sorrow and regret. Gold is of no use to me now. അപ്പോൾ ഞാൻ സ്നേഹിച്ചതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഭയങ്കര അധികം സങ്കടത്തിലും പശ്ചാത്താപത്തിലുമാണ്. ഗോൾഡൊന്നും ഇപ്പോൾ എനിക്ക് ഒരു യൂസുമില്ല, ഒരു ഉപകാരവും എനിക്ക് ഗോൾഡ് കൊണ്ട് ഇല്ല. So you have learned something since yesterday? Asked the stranger. Now which is worth more, the golden touch or a cup of cold water? അപ്പം നീ ഇന്നലെ മുതൽ എന്തൊക്കെയോ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ പറയൂ, ഗോൾഡൻ ടച്ച് ആണോ ഒരു കപ്പ് ഓഫ് വെള്ളമാണോ? ഏതാണ് കൂടുതൽ വേർത്തായിട്ടുള്ളത്? ഏതാണ് കൂടുതൽ വിലമതിക്കുന്നത് എന്ന് സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്. ഓ ബ്ലെസ്ഡ് വാട്ടർ, എക്സ്ക്ലൈംഡ് മിഡാസ്. വിൽ ഐ എവർ ടേസ്റ്റ് ഇറ്റ് അഗെയിൻ? വാട്ടറാണ്, എനിക്കത് ഇനി ഒരിക്കലും ടേസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ലേ? ദ ഗോൾഡൻ ടച്ച് ഓർ എ പീസ് ഓഫ് ബ്രെഡ്, ദ സ്ട്രേഞ്ചർ സെറ്റ്. ഗോൾഡൻ ടച്ച് ആണോ അതോ ഒരു പീസ് ഓഫ് ബ്രെഡാണോ കൂടുതൽ വേർത്തായിട്ടുള്ളത്? അപ്പോൾ മിഡാസ് പറയാണ്, എ പീസ് ഓഫ് ബ്രെഡ്, ആൻസേർഡ് മിഡാസ്, ഈസ് വർത്ത് ഓൾ ദ ഗോൾഡ് ഓൺ എർത്ത്. ആ പീസ് ഓഫ് ബ്രെഡാണ് ഏറ്റവും അധികം വേർത്തായിട്ടുള്ളത്. അത് ഈ എർത്തിലുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാ ഗോൾഡിൻ്റെ അത്രയും വേർത്തുണ്ട് ആ ഒരു പീസ് ഓഫ് ബ്രെഡിന്. ഗോൾഡ് ഓർ യുവർ ഓൺ ലിറ്റിൽ ഡോട്ടർ? ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ. ഗോൾഡാണോ അതോ നിങ്ങളുടെ സ്വന്തം ഈ ഒരു മകളാണോ? ഓ മൈ ചൈൽഡ്, ക്രൈഡ് പുവർ മിഡാസ്. എൻ്റെ കുട്ടിയാണ്. ഇങ്ങനെ മിഡാസ് അതും പറഞ്ഞുകൊണ്ട് കരയുകയാണ്.
I would not have given one hair of her head for the power to change the whole earth into gold. ഭൂമിയിലെ എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഭൂമി തന്നെ സ്വർണമാക്കി മാറ്റാനുള്ള ശക്തി ഞാൻ അവളുടെ തലയിലെ ഒരു മുടിയിൽ നൽകുമായിരുന്നില്ല. The stranger looked seriously at King Midas. സ്ട്രേഞ്ചർ കിങ് മിഡാസിനെ സീരിയസ് ആയിട്ടൊന്ന് നോക്കുകയാണ്. You are wiser than you were, he said. നീ നിന്നേക്കാൾ ജ്ഞാനിയാണ്. Your heart is still flesh and blood. You know truly that the common things of life, which are within everyone's reach, are more valuable than riches. Tell me, do you want to keep the golden touch? നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു റിച്ചസിനേക്കാളും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ലൈഫിൽ മറ്റു പല കാര്യങ്ങൾക്കുമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ടച്ച് എന്നുള്ള ആ ഒരു ബൂൺ കീപ്പ് ചെയ്യണമോ, അത് നിങ്ങൾക്ക് ഇപ്പോഴും വേണമോ? നോ, ഇറ്റ് ഈസ് ഹേറ്റ്ഫുൾ ടു മീ നൗ, സെഡ് മിഡാസ് പാഷനേറ്റ്ലി. നോ, എനിക്കിപ്പോൾ അത് ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്, ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് ആ ഒരു ഗോൾഡൻ ടച്ച്. പാഷനേറ്റ്ലി വികാരാധീനനായി. A fly settled on the king's nose and immediately fell to the floor, a small scrap of gold. Midas shuddered. ഒരു ഈച്ച അദ്ദേഹത്തിൻ്റെ നോസിൽ വന്നിരിക്കുകയും അത് പെട്ടെന്ന് ഫ്ലോറിലേക്ക് ഒരു ഗോൾഡ് പീസായിട്ട് ഫ്ലോറിലേക്ക് വീഴുകയും ചെയ്തു. അത് കണ്ടപ്പോൾ മിഡാസ് ഷഡ്ഡേഡ് വിറച്ചു. Then go down to the end of your garden, said the stranger, and wash yourself in the water of the river there. Then bring to me of the same water and sprinkle it over anything that you wish to change back again. If you do this truly and sincerely, you can set right again the results of your greed of gold. പിന്നീട് സ്ട്രേഞ്ചർ പറയാണ്, നിൻ്റെ ഗാർഡൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പോവുക. അവിടെയുള്ള ആ ഒരു റിവറിൽ, ആ ഒരു പുഴയിൽ നീ നിന്നെ തന്നെ കുളിപ്പിക്കുക. പിന്നെ എനിക്ക് ആ വെള്ളം എടുത്തുകൊണ്ട് വരിക. ആൻഡ് എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നു അതിൻ്റെയൊക്കെ മേലെ ഈ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക, ഈ വെള്ളം തളിക്കുക. ഈ കാര്യങ്ങളൊക്കെ നീ ട്രൂ ആയിട്ടും സിൻസിയർ ആയിട്ടും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. യു ക്യാൻ സെറ്റ് റൈറ്റ് അഗെയിൻ ദ റിസൾട്ട്സ് ഓഫ് യുവർ ഗ്രീഡ് ഓഫ് ഗോൾഡ്. നിൻ്റെ സ്വർണത്തോടുള്ള നിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പരിണിത ഫലങ്ങൾ നിനക്ക് വീണ്ടും ക്രമീകരിക്കാൻ കഴിയും എന്ന് പറയുകയാണ്. King Midas bowed his head. When he looked up again, the stranger had vanished. The king ran at once to the water. Without waiting to take off his clothes, he dived in. In the coolness of the water, he felt at once that a weight had been lifted from his heart and body. ഇത് കേട്ട സമയത്ത് കിങ് മിഡാസ് അദ്ദേഹത്തിന് മുന്നിൽ, ആ ഒരു സ്ട്രേഞ്ചറിന് മുന്നിൽ തല കുനിച്ചു, കുനിച്ചു. എന്നിട്ട് വീണ്ടും നോക്കിയ സമയത്ത് ആ സ്ട്രേഞ്ചർ അവിടെ ഉണ്ടായിരുന്നില്ല. അത് വാനിഷായി, അപ്രത്യക്ഷനായി അദ്ദേഹം. പിന്നീട് കിങ് ആ റിവറിലേക്ക് ഓടിപ്പോയി. ആ ക്ലോത്ത്സൊക്കെ എടുത്ത്, അതായത് ഡ്രസ്സൊക്കെ അഴിക്കുന്നതിന് മുന്നേ തന്നെ ആ റിവറിലേക്ക് അദ്ദേഹം എടുത്തു ചാടി. ആ വാട്ടറിൻ്റെ കൂൾനെസ്സിൽ, ആ വാട്ടറിൻ്റെ തണുപ്പിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ വെയിറ്റൊക്കെ എടുത്തു കളഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതായത് വെയിറ്റ് ഇല്ലാത്തൊരു സാധനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. He came out of the river. He was free of the golden touch. He put out his hand and touched a wild rose on the river's bank, and he found with thankfulness that it remained the sweet flower. Taking up a water pot, he quickly filled with river water and took it back to the palace. ആ റിവറിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നു. ഇപ്പോൾ അദ്ദേഹം ഗോൾഡൻ ടച്ചിൽ നിന്നും മുക്തനാണ്. അദ്ദേഹം കൈ പുറത്തെടുത്തിട്ട് ആ റിവേഴ്സ് ബാങ്കിൽ, റിവറിൻ്റെ തീരത്തുള്ള അല്ലെങ്കിൽ കരയിലുള്ള ഒരു വൈൽഡ് റോസ്, ഒരു കാട്ട് റോസ് ഉണ്ടായിരുന്നു, അത് ഒന്ന് തൊട്ടു. അത് ഗോൾഡ് ആവാതെ സ്റ്റിൽ ആ ഒരു ഫ്ലവറായിട്ട് തന്നെ, ആ ഒരു സ്വീറ്റ് ഫ്ലവറായിട്ട് തന്നെ നിലനിന്നു. ഇപ്പോൾ മിഡാസിന് സന്തോഷമായി. ഇപ്പോൾ ഒരു വാട്ടർ പോട്ട് എടുത്തുകൊണ്ട് ആ പോട്ടിൽ വെള്ളം നിറച്ചു.
പാലസിലേക്ക് തിരിച്ചുപോയി. I expect the servants thought it very strange to see their royal master carrying a water pot, but that water was more precious to Midas than an ocean of gold. അദ്ദേഹത്തിൻ്റെ സെർവൻസ് അദ്ദേഹം ഒരു വാട്ടർ പോട്ടിൽ വാട്ടർ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അവർക്ക് അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നും. പക്ഷേ മിഡാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഷ്യൻ ഓഫ് ഗോൾഡ്, ഒരു കടൽ മുഴുവനും ഗോൾഡിനേക്കാളും ആ കുറച്ച് വാട്ടർ വളരെയധികം പ്രഷ്യസ് ആണ്, വളരെയധികം വിലമതിക്കുന്നതാണ്. ദ കിങ് വെൻറ്റ് സ്ട്രേറ്റ് ടു ദ ഗോൾഡൻ ഫിഗർ ഓഫ് ലിറ്റിൽ മാരിഗോൾഡ്. As he sprinkled the water on her, the rosy color came back to her cheeks. She began to sneeze and shake the water from her golden hair. കിങ് പിന്നീട് തൻ്റെ മകള് ഗോൾഡ് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയാണല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളുടെ മേലെ വെള്ളം തളിച്ചു. അപ്പോൾ അവളുടെ ചീക്കിൽ റോസ് കളർ തിരിച്ചു വന്നു. അതായത് ആ ഗോൾഡ് മാറിയിട്ട് അവളുടെ റിയൽ രൂപത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. അപ്പോൾ വെള്ളം തലയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ അവൾ തുമ്മാൻ തുടങ്ങി. ആൻഡ് തല ആട്ടി, മുടിയിലും എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് അവൾ ജസ്റ്റ് ഒന്ന് തല ആട്ടി. ഓ ഫാദർ, സീ ഹൗ വെറ്റ് ഐ ആം ആൻഡ് മൈ ഡ്രസ് വാസ് ക്ലീൻ ദിസ് മോർണിംഗ്, ഷീ സെഡ്. അപ്പോൾ അവൾ പറയാണ്, അച്ഛ ഞാൻ നനഞ്ഞില്ലേ, എൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ചീത്തയായി, ഇത് നല്ലതായിരുന്നു എന്ന് പറയണം. അപ്പോൾ അവൾക്ക് കാര്യമൊന്നും അറിയില്ല, അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ആ സ്റ്റാച്ചു ആയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് അച്ഛൻ വന്നിട്ട് തന്നെ മേൽക്കൂടെ വെള്ളമൊഴിച്ചു, അതെന്തിനാണ്, അതായിരിക്കും അവൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവൾക്ക് ആ ഒരു പഴയ രൂപം തിരിച്ചു കിട്ടി. Marigold did not know what had happened to her, and her father did not tell her how wrong and foolish he had been. He took her out into the garden, where they watered the flowers together and picked a bunch of sweetly scented roses. അപ്പോൾ മാരിഗോൾഡിനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവൾക്ക് അറിയുമായിരുന്നില്ല. അതുപോലെ മിഡാസ് അവളോട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല എത്ര ഫൂളിഷായിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യം എത്ര ഫൂളിഷാണ്, എത്ര വിഡ്ഢിത്തമാണ് എന്നുള്ളത് അയാൾ പറഞ്ഞതുമില്ല. എന്നിട്ട് അവളെയും കൊണ്ട് മിഡാസ് ഗാർഡനിലേക്ക് പോയി. അവിടെ അവർ രണ്ടുപേരും കൂടി ഗാർഡനിൽ ഫ്ലവേഴ്സിന്, ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുത്തു. എന്നിട്ട് സ്വീറ്റ്ലി സെൻറ്റഡ് റോസസ് ഒരു ബഞ്ച് അവർ പിക്ക് ചെയ്തു. ഇപ്പോൾ മിഡാസ് അതിൻ്റെയൊക്കെ സെൻറ്റും അതുപോലെ അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ ഇപ്പോൾ ആസ്വദിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ മിഡാസിന് മനസ്സിലായി ഗോൾഡല്ല ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. ഈ ലെസൻ്റെ ബാക്കി ഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്